സ്വന്തം ജീവനൊഴികെ ബാക്കിയെല്ലാം നഷ്ടപ്പെട്ട ഒട്ടേറെ പേരുണ്ട് പുത്തുമലയിൽ. പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളെല്ലാം മണ്ണിൽ അടക്കം ചെയ്യപ്പെട്ടവർ. അമ്പളം പള്ളിയൊക്കെ പോണം പറഞ്ഞാൽ ചില്ലറ പാടാണ്. അമ്പളമില്ല, പള്ളിയില്ല. അവിടെ ഞങ്ങൾ വരുമ്പോൾ ചവക്കാട് പോലെ കുറേ കറങ്ങിയിട്ടാണ് വന്നത്. പോട്ടി വരും. അവിടെ വന്നപ്പോൾ എനിക്ക് നെല്ലി പൊട്ടിപ്പോയി. ഔദ്യോഗികമായ തിരച്ചിലുകൾക്ക് ഇടവേള വരുമ്പോഴും അവരവരുടെ ഉറ്റവർക്കായി രാവും പകലും അവർ തിരഞ്ഞുകൊണ്ടേയിരുന്നു, മൃതദേഹങ്ങളുടെ താഴ്വരയിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി. എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? വലിയൊരു ഒച്ചപ്പാട് കേട്ടു, വലിയ മല ഇടിഞ്ഞു വരുന്ന പോലെ. അകത്തായിരുന്നു, കോലയിരിക്കായിരുന്നു. പെട്ടെന്നായിരുന്നു വന്നത്. അപ്പൊ താഴെ 2-3 ലൈൻസ് സ്വന്തം വീടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് മൊത്തം അങ്ങനെ അടിച്ചിട്ട് പോയി. പോയി ഒന്നുമില്ല, ജീവൻ തന്നെ ഉള്ളൂ. പോയി, നമ്മൾ മാത്രമേ ഉള്ളൂ. എത്ര പേർ മണ്ണിനടിയിൽ കുടുങ്ങിയിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് ഒന്നും പറയാനാവാത്ത അവസ്ഥ തന്നെയാണുള്ളത്. ഏറെ കരഞ്ഞുകൊണ്ട് തന്നെയാണ് പലരും ഇവിടെ നിന്ന് ഇറങ്ങി വരുന്നത്. പോയി പറയാൻ കഴിയൂല, പറയാൻ വാക്കുകളുമില്ല. ഈ പെരുമഴ വന്നന്ന് രാവിലെ കേണ്ടിങ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ പോയി ചായയൊക്കെ കുടിച്ച് വെറ്റിലയ്ക്ക് പോയതാണ്. വെറ്റില കിട്ടിയിട്ടില്ല. അപ്പം ആ കുട്ടി, ഒരു ചെറിയ കുട്ടി, 3 വയസ്സായ കുട്ടി, 15 വർഷമായിട്ട് കുട്ടിയില്ലാണ്ട് ഒരു ആൺകുട്ടി ഉണ്ടായതാണ്. ഓരോ ജീവനും വിലപ്പെട്ടതാണ്. എന്നാലും ഒരു വ്യാഴവട്ടക്കാലം ഒരു കുഞ്ഞിനെ താലോലിക്കാനുള്ള കാത്തിരിപ്പിനൊടുവിൽ കിട്ടിയ തൻ്റെ അരുമ പൈതലിനെ നഷ്ടപ്പെട്ട ഒരമ്മയുടെ വേദന പുത്തുമല ദുരന്തത്തിൻ്റെ ഏറ്റവും നോവേറിയ ഓർമ്മകളിൽ ഒന്നാണ്. രാവിലെ ചെല്ലുന്ന സമയത്ത് അവിടെ കല്ലും മണലും മണ്ണും കൂടി കിടക്കുന്നതുകൊണ്ട് അവിടേക്ക് ഇറങ്ങി ഒരു പ്രാഥമിക അന്വേഷണം നടത്തുക എന്നുള്ളത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. പരിശോധിച്ച് വരുന്ന സമയത്ത് ആ സ്ഥലത്തിൻ്റെ സൈഡിലായിട്ട് ആണ് നമ്മൾ ഈ പിൻറ്റോമനയെ കണ്ടെത്തുന്നത്. ഏകദേശം ഉറങ്ങിക്കിടക്കുന്ന രീതിയിൽ തന്നെ കമ്പിളിയിൽ പൊതിഞ്ഞ് കമ്പിളിയിൽ ഭദ്രമായിട്ടായിരുന്നു കുട്ടിയുടെ ശരീരം ഞങ്ങൾ കണ്ടെത്തി. അതേ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ എടുത്തിട്ട് ക്യാമ്പിൻ്റെ ഓഫീസിലേക്ക് എടുത്തിട്ടുണ്ട്. ഉറങ്ങിയിട്ട് ഞാൻ എടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേനും പെട്ടെന്നൊരു പുക പോലെ വെള്ളം കൊണ്ട് പൊന്തി മേലോട്ട്. അപ്പോൾ ഓടി ഞാൻ മോന് പോയി എടുക്കട്ടെ, മോനെ എടുക്കാൻ പോയിട്ട് ഒന്ന് കുഞ്ഞിട്ടുള്ളൂ ഒന്ന്. അപ്പോഴത്തേനും വെള്ളം വന്നു കഴിഞ്ഞു. പാലം പോയില്ലെങ്കിൽ നമ്മളെങ്ങനെ അപ്പുറം പോകും, നമുക്ക് തന്നെ വണ്ടി വരിക ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല, പാലൊക്കെ പുതിയതിടും, നമ്മളിപ്പോൾ മേലൊക്കെ പോകുമല്ലോ. അപ്പം തന്നെ അവിടെ ക്യാമ്പ് ഉണ്ടായിരുന്നു നമ്മളെ പുത്തുമല സ്കൂളിലേക്ക് തന്നെ. അപ്പം നമ്മളങ്ങോട്ട് പോകുമല്ലോ, പിന്നെ എന്തിനാ നമുക്ക് പാലം, നമ്മൾ അതിൽ പോകുമെന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ പെട്ടെന്ന് അവന് ഉറക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവിടെ സ്റ്റെപ്പിലിരുന്നിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം നമ്മൾ അയൽവാസി ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, കുഞ്ഞാളെ അതെ കുട്ടി ഉറങ്ങണേ, അതിനെ പിടിച്ച് ഓനൊന്നും എടുത്ത് കിടത്തടി പറഞ്ഞു. അപ്പം കൊണ്ട് കിടത്താൻ വേണ്ടി പോകുമ്പോൾ വെച്ച് കാല് 2 ചളി ഉണ്ടായിരുന്നു. ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കയറിയിട്ട് അപ്പം ഞാൻ പറഞ്ഞു, മോന് കാല് കഴുകട്ടെ വെച്ച്. പിന്നെ തന്നെ വെച്ചേ എനിക്ക് വയ്യ പറഞ്ഞു. അപ്പം എന്താ വെച്ച് പറഞ്ഞു, എനിക്ക് തീരെ വയ്യമ്മ, കാല് കഴുകണ്ട, തുടച്ചാൽ മതിയെന്ന് കെട്ടിപ്പിടിച്ച് കിടക്കും വെച്ചായിരുന്നു. ഞാൻ പറഞ്ഞു, മോനെ വെച്ചാൽ പിന്നെ ചായ ഒന്ന് കൊടുക്കട്ടെ, ഡോക്ടർ വെച്ച് വരാനില്ല, അല്ലെങ്കിൽ വേണ്ട, ആ ഒരു വാക്ക് പറഞ്ഞു, അല്ലെങ്കിൽ വേണ്ട. 2 മിനിറ്റായിരുന്നു ഞങ്ങൾ നോക്കി നിന്നു എന്താ സംഭവിക്കണമെന്ന്. അത് കഴിഞ്ഞ് ഞാൻ ഓടിപ്പോയപ്പോഴത്തേനും വന്നും ചെയ്തു. ഞാൻ റൂമിൽ കയറി മോൻ നിൽക്കാൻ പോയപ്പോഴത്തേനും വന്ന്. കൈകളിലാക്കി
ദുരന്തമായി മാറുന്നത് ആ പ്രദേശത്ത് സംഭവിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാവുന്ന മനുഷ്യ ഇടപെടലുകളുടെ തീവ്രതയ്ക്കനുസരിച്ചിട്ടാണ്. 2019 പുത്തുമലയിൽ ദുരന്തം ഉണ്ടായി. അതുകൂടാതെ ഈ പുത്തുമലയിൽ ദുരന്തം ഉണ്ടായപ്പോൾ തന്നെ ആ പുത്തുമലേൻ്റെ അപ്പുറത്തുള്ള മലയിലും ഈ 900 കണ്ടി വനമേഖലയുടെ ഭാഗമായിട്ടുള്ള പ്രദേശത്തും വലിയ ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട്. ഇതേ തീവ്രതയിലുള്ള ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെ ഏലക്കാടുകൾ മാത്രമേ നശിച്ചു പോയുള്ളൂ എന്നതുകൊണ്ട് നമ്മളതത്ര ഗൗരവത്തിലെടുത്തിട്ടില്ല. ഈ പ്രദേശത്ത് എന്താണ് സംഭവിച്ചത്? അവിടെ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. ആ ഗ്രാമം മൊത്തത്തിൽ എടുത്തുപോയി എന്നുള്ളത്, അതോടൊപ്പം മനുഷ്യരുടെ ജീവനും വസ്തുവകകളും എല്ലാം നശിച്ചു പോയതാണ് നമ്മളെ അത് ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഒരു 30 ഡിഗ്രിയോളം ചെരിവുള്ള ഭൂപ്രദേശങ്ങളിൽ മനുഷ്യൻ്റെ ഇടപെടലുകൾ വളരെ കരുതലോടെ വേണമെന്നുള്ളതാണ്. അത്തരം കരുതലില്ലാത്ത സ്ഥലങ്ങളിലാണ് ഈ പ്രകൃതി പ്രതിഭാസങ്ങൾ ദുരന്തമായി മാറുന്നത്. ഇവിടെ പുത്തുമലയിൽ സംഭവിച്ചിരിക്കുന്നത് 2019 ഓഗസ്റ്റ് 8 രാവിലെ അവസാനിച്ചൊരു 24 മണിക്കൂറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മഴ എന്നത് 550 മില്ലിമീറ്ററാണ്. അത്രയും മഴ ആ ഒരു മലമ്പ്രദേശത്തിന് താങ്ങാവുന്നതല്ല. അപ്പോൾ സംഭവിച്ചത് എന്താണ്? അവിടെ ശരിക്കും ഇപ്പോൾ നമ്മൾ പോയി നോക്കിയാൽ കാണുന്നത് ഒരു മുട്ടപ്പാറകളുടെ ഒരു വിശാലമായ പ്രദേശമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മുട്ടപ്പാറയുടെ മേലെ ഉള്ള വൻ മണ്ണ് നിക്ഷേപത്തിൻ്റെ പുറത്താണ് ആ ഗ്രാമം നിലനിന്നിരുന്നത്. കൃഷിയാവട്ടെ, അല്ലെങ്കിൽ റോഡ് നിർമ്മാണമാവട്ടെ, കെട്ടിട നിർമ്മാണമാവട്ടെ, എന്തുമാവട്ടെ, ആ പ്രദേശത്ത് വൻതോതിൽ മണ്ണിന് ഇളക്കം തട്ടുന്ന പ്രവർത്തികൾ നമ്മൾ നടത്തുന്നുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. ഇവിടെ ഈ ഏലകൃഷിക്കായിട്ട് JCB ഉപയോഗിച്ച് കാര്യമായി മണ്ണിനെ ഇളക്കം തട്ടിച്ചിട്ടുള്ള ഒരു പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതും ഇതിൻ്റെ മണ്ണിനെ കുത്തിമറച്ച് കൊണ്ടുപോകാൻ ഒരു കാരണമാണ്. ഇത്തരത്തിലുള്ള അതിതീവ്ര മഴ ഉണ്ടാകുമ്പോൾ ആ വെള്ളം കുത്തിയിറങ്ങി അടിയിലേക്ക് ചെല്ലുകയും പാറയിൽ നിന്നും മണ്ണിനെ ഇളക്കി മാറ്റുകയും ചെയ്യുന്ന പ്രതിഭാസം ഇവിടെയും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. മലയാളിയുടെ ഭവന നിർമ്മാണത്തിലുള്ള ഒരു ഭ്രാന്തമായ ആവേശം വേറെ ഒരു നാട്ടിലും കാണാത്ത ഒരു ഭവന നിർമ്മാണ ഭ്രാന്ത് മലയാളിക്ക് ഉണ്ട് എന്ന് പറയാതെ വയ്യ. നമ്മൾക്കൊരു 4-5 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് ശരാശരി 800 പരമാവധി 1000 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടേ ആവശ്യമുള്ളൂ. അതിനു പകരം നമ്മളെപ്പോഴും 3000-4000 സ്ക്വയർ ഫീറ്റിലുള്ള വീടുകൾ 60 ലക്ഷം 70 ലക്ഷം 1 കോടി വരെയൊക്കെ ചെലവിട്ടുണ്ടാക്കുന്ന രീതി, അത് പ്രത്യേകിച്ചും ഈ മലഞ്ചെരുവിലെ ഭംഗിയുള്ള സ്ഥലങ്ങളിൽ തന്നെ തിരഞ്ഞെടുത്ത് വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ കരുതിയിരിക്കേണ്ടുന്ന ഒരു കാര്യവും ഇവിടെ ഉണ്ട്. അതേസമയം വെള്ളപ്പൊക്കം വന്നാലും പഞ്ചായത്തിൽ നിന്ന് ആൾ വന്നിട്ട് നമ്മളെ കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ കാത്തിരിക്കുന്ന ആളുകളുടെ സ്വഭാവം മാറേണ്ടതുണ്ട്. ഒരു മുന്നറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ സുരക്ഷിതമായി മാറാനുള്ള ഒരു ജാഗ്രത സ്വയമേ വളർത്തിയെടുക്കേണ്ടതുണ്ടെന്നതുകൂടി ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. മണ്ണിൻ്റെ സ്വഭാവ സവിശേഷതകൾ, മേൽമണ്ണിൻ്റെ ആഴം, പാറയുടെ സാന്നിധ്യം, നീർച്ചാലുകളുടെ സാന്നിധ്യം, അവിടുത്തെ കൃഷിരീതികൾ, വൃക്ഷങ്ങളുടെ മേൽച്ചാർത്തിൻ്റെ സാന്ദ്രത എന്നീ ഘടകങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു സ്ഥലം ജില്ലയിലെ തന്നെ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ളൊരു സ്ഥലം എന്നുള്ള രൂപത്തിൽ വരേണ്ടത്. ഈ സംഭവം ഉണ്ടായ 2019 ഓഗസ്റ്റ് മാസം 8-ാം തീയതി അതിൻ്റെ തൊട്ടു മുൻപുള്ള ഒരാഴ്ചയിൽ കൂടുതൽ വളരെ ശക്തമായിട്ടുള്ള അതിതീവ്രമായിട്ടുള്ള മഴ തന്നെയാണ് അവിടെ പെയ്തിരിക്കുന്നത്. ഏകദേശം ശരാശരി ഒരാഴ്ച, അതിൻ്റെ മുന്നിലുള്ള ഒരാഴ്ച ഏകദേശം 20 സെൻറ്റിമീറ്റർ വീതം മഴ ഓരോ ദിവസവും. അതേസമയത്ത് ഈ ഉരുൾപൊട്ടലുണ്ടായിട്ടുള്ള അന്നേ ദിവസം അതിൻ്റെ തലേ ദിവസം, അതായത് ഓഗസ്റ്റ് 7-ാം തീയതി മുതൽ ഓഗസ്റ്റ് 8-ാം തീയതി രാവിലെ 8 മണി വരെയുള്ള ഒരു കണക്കെടുക്കുമ്പോൾ അന്ന് മാത്രം ആ 24 മണിക്കൂറിനകത്ത് 51 സെൻറ്റിമീറ്റർ മഴ പെയ്തു. നേരിട്ട് മണ്ണ് നഷ്ടപ്പെട്ട് ഇടിഞ്ഞ് തകർന്ന് മണ്ണ് നഷ്ടപ്പെട്ടു പോന്നിരിക്കുന്നത് ഏകദേശം ഒരു 20 ഹെക്ടറിൽ കൂടുതൽ സ്ഥലത്തുണ്ടായിരുന്നു. ഏകദേശം ഒരു 5 ലക്ഷം ടണ്ണോളം മണ്ണ് ഒരു ഒറ്റ സമയത്ത് ഒരൊറ്റ നിമിഷത്തിൽ മണ്ണിളകി മാറി താഴേക്ക് പതിക്കുന്നതും അതിവേഗം താഴേക്ക് ഒഴുകുന്നതുമായിട്ടൊരു കാഴ്ചയാണ് അവിടെ കാണുന്നത്. ചെരിവ് വളരെ കൂടുതലാണ്. അതായത് 45 ഡിഗ്രിയിൽ കൂടുതൽ ചെരിവുള്ള പ്രദേശങ്ങളുണ്ട്. 15 ഡിഗ്രിയിൽ കൂടുതൽ ചെരിവ് ഉണ്ടാകുമ്പോൾ തന്നെ പ്രശ്നങ്ങളുടെ സാധ്യത വളരെ കൂടുതലായിട്ട് വരും. മാത്രവുമല്ല, കുന്നിൻ്റെ ഏറ്റവും മലത്തലപ്പിൽ നിന്നും, അതായത് ഉരുൾപൊട്ടലിൻ്റെ അല്ലെങ്കിൽ മണ്ണ് ഇടിഞ്ഞു വന്നതിൻ്റെ അതിൻ്റെ പ്രഭവ കേന്ദ്രം, അതിൻ്റെ ക്രൗൺ ഓഫ് ലാൻഡ് സ്ലൈഡ് എന്ന് പറയാവുന്ന ഉരുൾപൊട്ടൽ നാഭി എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന വനാതിർത്തിക്കുള്ളിൽ കിടക്കുന്ന പാറക്കെട്ട്, ഒരു പാറയുടെ തൊട്ടടിവശത്തുള്ള ഒരു പോയിന്റാണ് ഇതിൻ്റെ നാഭിയായിട്ട് കാണാൻ കഴിയുന്നത്.
അവിടെ നിന്ന് പൊട്ടി ആരംഭിച്ച് താഴേക്ക് അതിശക്തമായിട്ട് ഒഴുകിപ്പോരുന്നൊരു സ്ഥിതിവിശേഷം. ഒപ്പം തന്നെ മണ്ണും പാറയൊക്കെ കൂടിക്കലർന്ന് വളരെ വേഗത്തിൽ പോരുന്നൊരു സ്ഥിതിയാണ് അവിടെ ഉണ്ടായത്. 1.5 മീറ്ററിൽ കൂടുതൽ ആഴം മേൽമണ്ണിനില്ല എന്നുള്ളതാണ്. ആ മേൽമണ്ണിനും മണ്ണിൻ്റെ ആഴം കുറയും തോറും അത് അടിയിലെ ഉറച്ച പാറയിൽ നിന്നും പെട്ടെന്ന് വേർപെട്ട് അതിവേഗം താഴേക്ക് പതിക്കുന്നതിനായിട്ടുള്ള താഴേക്ക് ഒഴുകിപ്പോരുന്നതിനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകും. തീവ്ര മഴയായ സാഹചര്യത്തിൽ ഈ ഒരു കാരണങ്ങളൊക്കെ തന്നെ അതിൻ്റെ ഏറ്റവും പാരമ്യത്തിൽ തന്നെ ഈ ഘടകങ്ങളൊക്കെ കൂടി പ്രവർത്തിക്കാൻ ഇടയാക്കി. 80കളിൽ ഏറ്റവും കൂടുതൽ വനനശീകരണമോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുണ്ടായിരുന്ന വൃക്ഷ മേൽച്ചാർത്ത് തകർക്കാവുന്ന രൂപത്തിൽ വെട്ടിമാറ്റിക്കൊണ്ടാണ് അവിടുത്തെ കൃഷിയിലേക്ക് തിരിയുന്നത്. അത് ഏലവും കാപ്പിയും മറ്റ് നാണ്യവിളകളുമായിട്ട് വ്യാപകമായിട്ട് ചെറുകിട കർഷകരടക്കം മൊത്തത്തിലുള്ളൊരു കൃഷിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. 50 വർഷത്തിനപ്പുറത്തേക്കുള്ള ഒരു സ്ഥിതിയാകുമ്പോഴേക്കും വലിയ മരങ്ങളുടെ വേരുകളൊക്കെ ദ്രവിച്ചു പോകാനായെടുക്കുന്നൊരു സമയം. ആ സമയത്തിനകത്ത് ഈ ദ്രവിച്ച വേരുകൾ പോയ വഴികളൊക്കെ തന്നെ അനസ്യൂതം മണ്ണിനടിയിലൂടെ വെള്ളം ഒഴുകി പുറത്തേക്ക് തള്ളാവുന്ന വിധത്തിലുള്ള പൈപ്പുകളായി മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. ഇത്തരം ശക്തമായിട്ടുള്ള മഴ ചുരുങ്ങിയ സമയത്തിനകത്ത് പെയ്ത സാഹചര്യത്തിൽ ഇത്തരം പൈപ്പുകളൊക്കെ കൂടുതൽ ലൈവാവുകയും ജീവസുറ്റതാകുകയും ഇതിലൂടെയൊക്കെ തന്നെ അതിവേഗം വെള്ളം ശക്തമായി താഴേക്ക് ഒഴുകുന്ന പാറയുടെ മുകളിലും മേൽമണ്ണിൻ്റെ താഴെയുമായിട്ടുള്ള ഓവർബെഡിൻ്റെ തൊട്ട് താഴെയായിട്ട് വരുന്ന പ്രതലത്തിലൂടെ ശക്തമായിട്ട് വെള്ളം ഒഴുകാൻ തുടങ്ങുകയും ആ വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ വേഗത കൂടുകയും അതിൻ്റെ വോളിയം കൂടുകയും ചെയ്ത സാഹചര്യത്തിൽ മണ്ണിൻ്റെ ഡിസിൻറ്റഗ്രേഷൻ നടക്കണം, മണ്ണ് വേർപെടൽ പ്രക്രിയയ്ക്ക് ഇടയാക്കുകയും ഒപ്പം തന്നെ അവിടുത്തെ മണ്ണിനകത്ത് ചുവന്ന മണ്ണ് ലാറ്ററൈറ്റിൻ്റെ അംശത്തോടു കൂടിയുള്ള ചെറിയ ചരൽക്കല്ല് കൂടിയിട്ടുള്ള മണ്ണാണ് അവിടെ. ചരൽക്കല്ലുകളൊക്കെ തന്നെ പാറയുടെ മുകളിൽ ഒരു റോളിംഗ് സപ്പോർട്ടിംഗ് മെറ്റീരിയൽ എന്നുള്ള രൂപത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ഈ ചരൽക്കല്ലിൻ്റെ സാന്നിധ്യവും മണ്ണ് പെട്ടെന്ന് ദുർബലമാകപ്പെടുകയും മണ്ണ് ലൂസായി മാറുകയും വെള്ളത്തിൻ്റെ സാന്നിധ്യത്തിൽ മൺതരികൾ വേർപെട്ട് ലൂസായി പോവുകയും ചെയ്യുന്ന പ്രക്രിയയുടെ ഭാഗമായി അടിയിലെ പാറയിൽ നിന്നും മണ്ണ് മൊത്തത്തിൽ വേർപെട്ട് പോരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിന് അവിടുത്തെ ഈ മരങ്ങളുടെ വേരുകൾ ദ്രവിച്ച് അത് ഹോളോ സ്പേസ് ആയിട്ട് അത് മാളങ്ങളെപ്പോലെ പൈപ്പുകളെപ്പോലെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഈ മണ്ണ് വേർപെട്ട് പോരുന്ന പ്രക്രിയ വളരെ ത്വരിതപ്പെടുന്ന ഒരു സാഹചര്യം. ഇതാണ് പുത്തുമലയിൽ സംഭവിച്ചത് എന്നുള്ള ഞങ്ങളുടെ ഒരു നിഗമനം. ഇതാണ് ഞങ്ങളന്ന് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്കും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഞങ്ങൾ അറിയിച്ചിട്ടുള്ളത്. 5120 കിലോമീറ്റർ നീളത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള തോടുകളുള്ളതാണ്. ആ തോടുകളിൽ കഴിഞ്ഞ 50 വർഷത്തിനിപ്പുറത്തേക്കായിട്ട് ആ 70% അപ്രത്യക്ഷമായി കഴിഞ്ഞു. അപ്രത്യക്ഷമായി എന്ന് പറയുന്നത് അത് തരംമാറ്റപ്പെടുകയോ അവിടേക്ക് മറ്റ് രൂപത്തിലുള്ള ഭൂവിനിയോഗത്തിൻ്റെ സാധ്യതകളുണ്ടാകുകയോ. അതിൻ്റെ പല ഭാഗങ്ങളിലും ചെറിയ ചെറിയ റോഡിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 4 മണിയോടുകൂടി ഞാനും ഈ ഇവിടെ വയനാട് സോഷ്യൽ ഫോറസ്റ്റ് ACF കൂടി പ്രസ്തുത സ്ഥലത്ത് പോവുകയും ആ പോയ സമയത്താണ് നമുക്ക് സ്റ്റേഷനിൽ നിന്ന് വിവരം അറിയുന്നത്. ഒരു 4-5 മണിയോടുകൂടി അവിടെ ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട്. ഉടൻ തന്നെ പക്ഷേ അവിടെ എത്തിപ്പെടാൻ നമുക്ക് പറ്റാത്തൊരവസ്ഥയാണ് വാഹനത്തിൽ. എന്താ കാരണം നമ്മൾ കള്ളാടി പാലത്തിൻ്റെയും കുമ്മട്ടി പാലത്തിൻ്റെയും ഇടയ്ക്കുള്ള എല്ലാ ഭാഗങ്ങളും ഒറ്റപ്പെട്ടു പോയി. ഞങ്ങൾ 5 പേര് വനത്തിനകത്തുകൂടെ ഏകദേശം 2 കിലോമീറ്ററോളം വനത്തിലൂടെ നടന്നു പോയിട്ടാണ് പ്രസ്തുത സ്ഥലത്ത് എത്തിപ്പെട്ടത്. ആ പോകുന്ന സമയത്ത് പലപ്പോഴും ഞങ്ങൾ മണ്ണിലേക്ക് പകുതി ഭാഗത്തോളം ഊഴ്ന്നിറങ്ങുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അത്രയും വലിയ മഴയും മണ്ണിടിച്ചിലായിരുന്നു ഉണ്ടായിരുന്നു. അങ്ങനെ പ്രസ്തുത സ്ഥലത്ത് എത്തിയപ്പോൾ വളരെ വല്ലാത്തൊരു അവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. 250 ആളുകൾ നമ്മുടെ ഒരു ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നു. അവിടെയാണെങ്കിൽ കറണ്ടില്ല, മറ്റ് നെറ്റ്വർക്കിംഗ് ഇല്ല, ബാക്കി എല്ലാ കാര്യങ്ങളും വിച്ഛേദിച്ചിരിക്കുകയാണ്. ആ രൂപത്തിലായി പോയി ഉരുൾപൊട്ടലോടുകൂടി. ഈ സ്റ്റേഷൻ മാത്രമാണ് അന്ന് അവർക്ക് തുണയുണ്ടായിരുന്നത്. തുടർന്ന് എല്ലാവരും ഒരു പേടിച്ചൊരവസ്ഥയില്ല. അവിടെ ഉണ്ടായിരുന്നു. പിന്നെ വേറെ ഉണ്ടായിരുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ചന്ദ്രൻ എന്നുള്ളൊരു മെമ്പർ ഉണ്ടായിരുന്നു. അവിടുത്തെ വേറൊരു ഉദ്യോഗസ്ഥനും ആ സ്ഥലത്ത് എത്തിപ്പെടാൻ കഴിഞ്ഞില്ല. തുടർന്ന് അന്നേ ദിവസം 11 മണിയോടുകൂടിയാണ് മറ്റു ജില്ലാ ഭരണകൂടത്തിന് അവിടെ എത്താൻ കഴിഞ്ഞത്. MLA-യും അസിസ്റ്റന്റ് സബ് കളക്ടറും കൂടി ഉമേഷ് സാറും കൂടി അവിടെ എത്തിയത്. അപ്പോൾ ഇത് എത്തുന്ന മുന്നോടിയായിട്ട് തന്നെ ഈ ആളുകൾ വല്ലാത്ത ഭീകരമായൊരവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കുറേ ആളുകൾ പരിക്കേറ്റ് കിടക്കുന്നു, കുറേ ആൾക്കാർ നിലവിളിക്കുന്നു. ആ ആളുകൾക്ക് ഇത് പേടിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റും. കൂടുതലുള്ള ആളുകളെ നഷ്ടപ്പെട്ട അവസ്ഥ, അങ്ങനെ വല്ലാത്തൊരവസ്ഥയാണ് ഉണ്ടായത്. ഉരുൾപൊട്ടിയ ഭാഗത്തേക്ക് നമുക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ് രാത്രി സമയത്തായതുകൊണ്ട്. എന്നിരുന്നാലും അതിൻ്റെ സമീപ പ്രദേശങ്ങളിൽ 2-3 സ്ത്രീകൾ ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞ് ഞങ്ങൾ പോവുകയും അപ്പോൾ അവിടെ ഏകദേശം എത്തുമ്പോൾ കാപ്പിത്തോട്ടത്തിൽ 2 സ്ത്രീകൾ കിടക്കുന്നു. 2 സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവരെ ഏകദേശം ടെമ്പറേച്ചറൊക്കെ ഏകദേശം വളരെ ലോ ആയിരുന്നു. ആ സമയത്ത് അവരെ
പെട്ടെന്ന് തന്നെ നമ്മൾ അവിടുന്ന് നമ്മളും കുറച്ച് നാട്ടുകാരുണ്ടായിരുന്നു, നാട്ടുകാരും കൂടി നമ്മൾ രക്ഷപ്പെടുത്തുകയും പിന്നെ അവിടെ ഉണ്ടായിരുന്ന ആകെ ഒരു ജീപ്പായിരുന്നു ആ സ്ഥലത്ത് ഉണ്ടായിരുന്നത്. ഈ കുമ്മട്ടിപ്പാലത്തിൻ്റെയും കള്ളാടിയുടെയും ഇടയ്ക്ക് ഉണ്ടായിരുന്നത് ആകെ ഒരു ജീപ്പ് മാത്രമായിരുന്നു. മുണ്ടക്കൈ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ജീവനക്കാരും ഒരു ജീപ്പും മാത്രമേ ഉണ്ടായിരുന്നു. പിന്നീട് ഈ ജീപ്പിൽ നമ്മൾ പരിക്കേറ്റ ആളുകൾ 8ഓളം ആളുകൾ നല്ല നല്ല രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട്. ആ പരിക്കേറ്റ ആളുകളെ നമ്മൾ എത്രയും ജീപ്പിൽ ഷട്ടിൽ സർവീസായിട്ട് കള്ളാടി ഭാഗത്തേക്ക് എത്തിച്ചിട്ട് അവിടുന്ന് നമ്മൾ ചുമന്ന് കള്ളാടി പാലത്തിൻ്റെ അപ്പുറം എത്തിച്ചിട്ടാണ് ആളുകളെ അവിടുന്ന് നമ്മളും നാട്ടുകാരും കൂടി ഒന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. ഏകദേശം 100-300ഓളം ആളുകൾ അവിടെ നിന്നിട്ട് ആളുകൾക്ക് ഒന്നൊരു പ്രശ്നമില്ല. അപ്പോൾ സ്റ്റേഷനിലുള്ള സാധാ സാമഗ്രികൾ വെച്ച് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തു. പിന്നീട് നമ്മൾ അവിടെ അടുത്തുള്ളത് കടയിൽ നിന്നും കുത്തി തുറന്നിട്ടാണ് നമ്മൾ അവിടുന്ന് ഭക്ഷണങ്ങൾ എടുക്കാൻ കഴിഞ്ഞത്. അപ്പോൾ വല്ലാത്തൊരു ജീവിതത്തിൽ തന്നെ വല്ലാത്തൊരു അനുഭവമായിരുന്നു നമ്മുടെ പുത്തുമല ദുരന്തം. 8-ാം തീയതി രാവിലെ തന്നെ നമുക്ക് അതിലൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഇത്രയും ഈ ഒരു ദുരന്തത്തിൽ ഇത്രയും കാഷ്വാലിറ്റി കുറയാൻ കാരണം 8-ാം തീയതി രാവിലെ തന്നെ വലിയ തരത്തിൽ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ തന്നെ പല ആളുകളെയും നമ്മൾ അവിടെ നിന്ന് സ്റ്റേഷനിലേക്ക് മാറ്റി പാർപ്പിച്ചു. നമ്മളെ മണി എന്നുള്ളൊരു ഫോറസ്റ്റ് 2-3 സ്റ്റാഫും കൂടിയിട്ട് പഞ്ചായത്ത് അധികാരികളും കൂടി കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേഷനിലേക്ക് ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വലിയൊരു കാഷ്വാലിറ്റി ഉണ്ടാകുന്നത്. ഇത്രയും കാഷ്വാലിറ്റി നിന്നുണ്ട്. അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള മുഴുവൻ 10-65ഓളം വീടുകൾ നഷ്ടപ്പെട്ടു നമുക്കറിയാം. മുഴുവൻ ആളുകൾ കുടുങ്ങിപ്പോകുന്ന ഒരവസ്ഥയാണ്. ആളുകൾ മുൻകൂട്ടി മാറിയുകൊണ്ടാണ് കുറേ വലിയൊരു കാഷ്വാലിറ്റിയിലേക്ക് ഇതൊരു കാഷ്വാലിറ്റി അല്ല എന്നല്ല, ഇതിലും വലിയൊരു ഭീകരമായ ഒരു കാഷ്വാലിറ്റിയിലേക്ക് സംഭവിക്കുന്നത്. അപ്പോൾ ഓരോ ആളുകളും ശരിക്കും ഷോക്കേറ്റൊരവസ്ഥയായിരുന്നു അന്നത്തെ ഒരവസ്ഥ. വലിയൊരു വല്ലാത്തൊരു നമുക്ക് പറയാൻ പറ്റാത്തൊരു രീതിയിലുള്ളൊരു അവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഊട്ടിയുടെ പ്രകൃതി മനോഹാരിത ഓർമ്മിപ്പിക്കുന്ന ഇടമാണ് പുത്തുമല. ഓഗസ്റ്റ് 8 വരെ പൂത്തു നിന്നിരുന്ന മല അഥവാ പൂത്തമല എന്ന പുത്തുമല സഞ്ചാരികളുടെ സ്വർഗീയ ഭൂമി തന്നെയായിരുന്നു. ഇവിടുത്തെ തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളികളും അവരുടെ കുശലം പറച്ചിലുകളും ഇടവേളകളില്ലാതെ നമുക്ക് അനുഭവിക്കാവുന്ന നിത്യ കാഴ്ച തന്നെയാണ്. നൂൽമഴ പെയ്ത മരം കോച്ചുന്ന തണുപ്പിനെ ചൂടാക്കുന്ന ചായപ്പീടികയും അവിടങ്ങളിലെ ചൂടേറിയ വിഭവങ്ങളും എല്ലാം പുത്തുമലയുടെ സ്വന്തമായിരുന്നു. എന്നാൽ ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ സ്വപ്നങ്ങളിലേക്കും കാർമേഘം ഇരുണ്ടുകൂടി. 5 മിനിറ്റിനുള്ളിൽ വലിയ ഒരു ശബ്ദത്തോടെ ടൺ കണക്കിന് മണ്ണും അതിലേറെ വെള്ളവും ഒഴുകി വന്ന് പലരുടെയും ഓർമ്മകൾ അടക്കം ചെയ്യപ്പെട്ട ഒരു ശവപ്പറമ്പായി പുത്തുമല. നിറം നൽകിയ കാഴ്ചകളെല്ലാം കണ്ണ് ചിമ്മി തുറക്കുന്ന വേഗതയിൽ ചളിക്കുണ്ടായി മാറി. അന്ന് പെയ്ത ആ മഴയ്ക്ക് മരണത്തിന്റെ ചൂരുണ്ടായിരുന്നെന്ന് ആരും അറിഞ്ഞിരുന്നില്ല. ആ പ്രളയത്തിൽ അടിഞ്ഞുകൂടിയ ഒരു കോടിയോളം വരുന്ന മരങ്ങൾ ആ പ്രദേശത്ത് അടിഞ്ഞുകൂടുകയും ആ മരം ലേലം ചെയ്യുമ്പോൾ ആ ലേലത്തിന് വാല്യുവേഷൻ കൊടുത്തത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഫയർ ഫുഡ് ഇതിനാവശ്യമായ 70,000 രൂപയ്ക്കാണ് അതിൻ്റെ വാല്യുവേഷൻ കൊടുത്തത്. ആ തികച്ചും ഒരു വ്യക്തിയെ സഹായിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ഭരണകർത്താക്കളും ചില ആളുകൾ കൂടി സഹായിച്ചതാണ്. ശരിക്കും ഗവൺമെൻറ്റിന് കിട്ടാവുന്ന കാശ് അത് ലഭിച്ചിട്ടില്ല. ആരെയോ സഹായിക്കുന്നതിന് വേണ്ടി തികച്ചും നല്ലൊരു അഴിമതി അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. ക്യാമ്പിൽ ഞങ്ങൾ പോയി ഇരിക്കാൻ പറഞ്ഞ് 13 ദിവസം ക്യാമ്പിൽ കിടന്ന് മേപ്പാടി ഹൈസ്കൂളിൽ ഒരു കളക്ടറിൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞ് പോയി, വൈത്തിരിക്ക് പോകാൻ പറഞ്ഞ് താലൂക്ക് ആശുപത്രി അവിടെ പോയി, എല്ലാ സ്ഥലത്തും പോയി, എല്ലാ ആൾക്കാരുടെ അടുത്തും പറഞ്ഞ് ഇതുവരെ പൈസ കിട്ടിയിട്ടില്ല. തരാന്ന് പറഞ്ഞ് ഇതുവരെ ഒന്നും തന്നിട്ടുമില്ല. 4 പശു ഉണ്ടായി. ഈ പശു വെള്ളത്തിൽ പോയതാ. ഇതുവരെ ധനസഹായം ഒന്നും കിട്ടിയിട്ടില്ല. പോകുമ്പോൾ അരി കിട്ടും എന്ന് പറയുന്നത് ഇതുവരെ ഒന്നും കിട്ടിയിട്ടുമില്ല. ഇത് ജീവിതമാർഗമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. 3ാമത്തെ ലിസ്റ്റിൽ 4 ലക്ഷം ഉണ്ടെന്ന് പറയുന്നത്. അതിലൊന്നും നമ്മളെ പേര് വന്നിട്ടില്ല. ഗ്രാമസഭയ്ക്ക് പോയി, അതിലൊന്നും പേര് വായിച്ചിട്ടില്ല. കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 8-ാം തീയതി ഉണ്ടായ ഫ്ലഡുമായി ബന്ധപ്പെട്ട് ലോകത്തിന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അവർക്ക് കഴിഞ്ഞ കാലത്ത് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള വീടും സ്ഥലവും എന്നുള്ള വലിയൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 63 പേരാണ് പൂർണ്ണമായിട്ടും വീട് സ്ഥലം നഷ്ടപ്പെട്ടു പോയത്. അതിന് ജനകീയ കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റിയിൽ പെട്ടുകൊണ്ട് ഏറ്റവും അർഹതപ്പെട്ട ആളുകളെ ഗുണഭോക്താക്കൾ ലിസ്റ്റ് തയ്യാറാക്കുകയും ആ ലിസ്റ്റിൻ്റെ ഭാഗമായി മാതൃഭൂമി എന്ന 7 ഏക്കർ ഭൂമിയിൽ നിന്നും അവർക്ക് ഇന്ന് നമ്മൾ
7 സെൻറ്റ് സ്ഥലം വെച്ചുകൊണ്ട് കൊടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇന്നും ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്ലോട്ടിൽ തരംതിരിച്ചുകൊണ്ട് ഭൂമി നറുക്കിട്ട് എടുക്കുന്ന രീതിയിലേക്കുള്ള പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത് അതിലേക്ക് വരുന്നത് സർക്കാർ പ്രഖ്യാപിച്ചിട്ട് 4 ലക്ഷം രൂപയും സ്പോൺസർമാരെ കൊണ്ട് ബാക്കിയുള്ള പണം ശേഖരിച്ചുകൊണ്ട്, അതുപോലെ വയനാട് ജില്ലയിലും മറ്റു സ്ഥലത്ത് കല്ല്, സിമൻറ്റ്, മണൽ ഉൾപ്പെടെയുള്ള മെറ്റീരിയൽ ശേഖരിച്ചുകൊണ്ട് വീട് പണി പൂർത്തീകരിക്കാൻ സാധിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. ശേഷം വല്ലാരപ്പള്ളി താമസിക്കുന്ന വാടക വീട്ടിലാണ്. അവർ ജോലിക്ക് പോക്ക് തുടങ്ങി. അവരെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചെത്തി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. എങ്കിലും ഒത്തിരി പ്രയാസങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്. 43 പേര് ഇപ്പോൾ ഓൾറെഡി സർക്കാരിൻ്റെയും അതുപോലെ മറ്റു സന്നദ്ധ സംഘടനയുടെ സഹായത്തോടു കൂടി വീട് വെച്ചു താമസം തുടങ്ങിയ ആൾക്കാരുണ്ട്. പാതി വഴിയിൽ ലിൻഡിൽ പൊക്കം അതുപോലെ വാർത്ത് വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ബാക്കി വരുന്ന 52 പേർക്കാണ് 7 ഏക്കർ ഭൂമി നമ്മൾ വീട് വെച്ച് നൽകുന്നത്. അതിനകത്ത് ഈ ഒരു മാസത്തോടു കൂടി തന്നെ തികച്ചും അതിൻ്റെ പൂർത്തീകരണം ചെയ്യാൻ കഴിയും. 17 പേരാണ് നമ്മൾ നഷ്ടപ്പെട്ടു പോയത്. അതിൽ 5 പേരെ ബോഡി ഇപ്പോഴും കിട്ടാനുണ്ട്. ഒരുപക്ഷെ ഈ ഒരു 7 ഏക്കർ ഭൂമി എടുത്ത് അതിനകത്ത് ഇത്ര ആളെ വീട് വെച്ച് നിർമ്മിച്ച് കൊടുക്കുമ്പോൾ ഒരുപക്ഷെ ലോകത്ത് തന്നെ മാതൃകയാവുന്ന രീതിയിലേക്കുള്ള ഒരു പ്രക്രിയയ്ക്കാണ് രൂപം നൽകിയിട്ടുള്ളത്. അതിന് വേണ്ട സഹായം നൽകിയിട്ടുള്ള ബഹുമാനപ്പെട്ട MLA, അതുപോലെ നമ്മുടെ ജില്ലാ കളക്ടർ അദീല മാഡം ഉൾപ്പെടെയുള്ള എല്ലാവരും അതിനുവേണ്ടി ആത്മാർത്ഥമായി തന്നെ ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും ഇവരെ ഈ 52 വീടുകൾ പൂർത്തീകരിച്ച് നൽകേണ്ടത്. അതിൻ്റെ അവസാന നേരത്തെ സൂചിപ്പിച്ചത് തന്നെ അതിൻ്റെ സർവേയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ആഴ്ചയോടുകൂടി അവരെ പേരിലാക്കി കൊടുക്കും ഭൂമി. ആ ഭൂമി എടുക്കുന്നത് നറുക്കെടുത്തിട്ടാണ്. അതെടുത്തു കഴിഞ്ഞാൽ അടിയന്തരമായി തന്നെ നമ്മൾ തറപ്പണി എടുക്കാനുള്ള സംവിധാനത്തിന് 100 ലോഡ് കല്ല് ഇപ്പോൾ ഓൾറെഡി ഇവർ അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ലോഡ് വന്നിട്ടുണ്ട്. ബാക്കി ഇന്നും നാളായിട്ട് വരും. അത് വന്നാൽ അതുപോലെ മെറ്റീരിയൽസ് എടുത്തുകൊണ്ട് തന്നെ അടിയന്തരമായി തന്നെ എനിക്ക് തോന്നുന്നപ്പോൾ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ വല്ലാണ്ട് മറ്റു തടസ്സങ്ങളൊന്നും ഞങ്ങളുടെ മുമ്പിലില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിൻ്റെ പ്രക്രിയയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചത്. ഇപ്പോൾ മരം ലേലം ചെയ്തൊരു വിഷയം പറഞ്ഞു. അതിനകത്ത് മരവുമായി ബന്ധപ്പെട്ട് അവിടെ ആയിരക്കണക്കിന് ഹെക്ടർ ഭൂമിയാണ് നമ്മൾ മൊത്തം പോയിട്ടുള്ളത്. അതിൽ 5 ഏക്കറുള്ള ആൾക്കാരുണ്ട്, 5 സെൻറ്റുള്ള ആൾക്കാരുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരുണ്ട്. അത് നിയമപരമായിട്ട് ജില്ലാ കളക്ടറും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും ലീഗലി ചെയ്യേണ്ട കാര്യം ടെൻഡർ വിളിക്കുകയും പേപ്പറിൽ പരസ്യം കൊടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ടെൻഡറിനകത്ത് ആളുകൾ പങ്കെടുത്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ആരാണോ തന്ന അവർക്ക് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ വർക്ക് മരം മാറ്റിക്കൊണ്ടിരിക്കുന്നത്. തികച്ചും അത് സർക്കാർ ഫണ്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. എല്ലാ മതത്തിൻ്റെ ആളുകളും മതങ്ങളും രാഷ്ട്രീയവും സംഘടനകളും ഒന്നും നോക്കാതെ എല്ലാ ആളുകൾക്കും നമ്മളെ മക്കാമിൻ്റെ പരിസരവും മക്കാമും വളരെയധികം സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാ ഭക്ഷണം കഴിക്കാനും അതുപോലെ തളർന്നു വന്ന ആളുകൾ ഇരിക്കാനും കിടക്കാനൊക്കെ അവർക്ക് വളരെയധികം സഹായമായത് നമ്മുടെ മക്കാമായിരുന്നു. ഇടിയുന്ന സമയത്തും ഞാനായിരുന്നു ഈ പള്ളിയിൽ ഉണ്ടായിരുന്നത്. ഇന്നും വളരെ ഭയത്തോടു കൂടെയാണ് അത് ഞങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാം അകമഴിഞ്ഞ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഒട്ടനവധി ജീവനങ്ങളെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലൊരു ചാരിതാർത്ഥ്യം നമുക്കുണ്ട്. ഈ 57ഓളം വീടുകൾ പോയവർക്ക് പുനരധിവാസം ആണ് ഏറ്റവും വലിയ പ്രയാസം അനുഭവിച്ചിരുന്നത്. അതിന് വേണ്ടി നമ്മൾ അവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. പഞ്ചായത്തിൻ്റെ ആയാലും സർക്കാരിൻ്റെ ആയാലും അതിനുവേണ്ടി നമ്മൾ കള്ളാടി ഭാഗത്ത് ഭൂമി കണ്ടെത്തുകയും അതിന് സാങ്കേതികമായ ചില തകരാറ് മൂലം അവിടുന്ന് മാറ്റേണ്ടി വന്നു. അതിനൊരു 2-3 മാസം കാലതാമസം വന്നു. 7 ഏക്കർ ഭൂമി മാതൃഭൂമി നമുക്ക് സ്പോൺസർ ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ നിയമവശങ്ങളെല്ലാം അതിൻ്റെ രജിസ്ട്രേഷൻ അടക്കമുള്ളത് നമ്മൾ കേരള സർക്കാർ ഇതിന് ഫീസൊക്കെ ഇളവ് വരുത്തുകയും പിന്നെ നിയമവശങ്ങളുടെ ഇതിന് തടസ്സങ്ങളെല്ലാം മാറ്റി ബഹുമാനപ്പെട്ട MLAയും കളക്ടറും മേപ്പാടി പഞ്ചായത്ത് പ്രസിഡൻറ്റും മറ്റുള്ള വിവിധ സംഘടനകളും എല്ലാവരും രംഗത്ത് വന്നുകൊണ്ട് ഇപ്പോൾ നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അവരെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പോത്തക്കോലിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പച്ചക്കാടും പുത്തുമലയിലുമായി വീട് നിർമ്മിക്കാൻ സ്ഥലം വാങ്ങിയിരുന്ന കുറച്ച് കുടുംബങ്ങളുണ്ട്. ഹെക്ടർ കണക്കിന് ഭൂമി ഒഴുകിപ്പോയപ്പോൾ ഇവരുടെ സ്വപ്നങ്ങളും ഇല്ലാതായി. ദുരന്തത്തിന്റെ ഇരകളായിട്ടും ഇവർ ഇപ്പോഴും പുനരധിവാസ പദ്ധതിക്ക് പുറത്താണ്. ഏറ്റവും ഭംഗിയായിട്ട് ഈ പരിപാടികൾ നടത്താനാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. പിന്നെ മുഖ്യമന്ത്രി കൂടി പങ്കെടുക്കുന്നുണ്ട്. റീബിൽഡിംഗ് പുത്തുമല, അത് പുത്തുമലയിൽ അപകടമുണ്ടായക്കാരുടെ എല്ലാവരുടെയും സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ഭാഗമായി ഇന്നിവിടെ ആരംഭിക്കുകയാണ്. ഏറ്റവും മനോഹരമായ സ്ഥലമാണ് മാതൃഭൂമി നമുക്ക് വാങ്ങിച്ചു നൽകിയിട്ടുള്ളത്. ഇങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. 4 മാസം കൊണ്ട് വീടുണ്ടാക്കി തരണമെന്നാണ് എല്ലാവരുടെ മുമ്പിൽ വെക്കാനുള്ള അഭ്യർത്ഥന. മുഖ്യമന്ത്രി തന്നെ ഓൺലൈനിലൂടെ വീഡിയോ കോൺഫറൻസ് വഴി കൃത്യം 11 ഉദ്ഘാടനം. ഒരു മാതൃകാ ഗ്രാമത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഒരു സമൂഹം രൂപപ്പെടുന്ന രീതിയിൽ ഒരു മാതൃകാ ഗ്രാമമാണ് ഇവിടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നിർമ്മാണ പ്രവർത്തികൾ
എത്രയും വേഗം പൂർത്തീകരിച്ച് കൂടുതൽ ഗുണഭോക്താക്കൾ കൈമാറാനാണ് ഉദ്ദേശിക്കുന്നത്. 3 മാസത്തിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കാനാവണമെന്നാണ് ലക്ഷ്യം. റീബിൽഡ് പുത്തുമല പദ്ധതി നാടിനാകെ മാതൃകയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാദനങ്ങൾ. ഗവൺമെന്റിന്റെ സ്കീമിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് കുറേ കമ്പൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ പുത്തുമലയിലെ വിക്ടിംസിനെല്ലാം. അടുത്ത മഴക്കാലത്തിന് മുമ്പ് എങ്ങനെയെങ്കിലും ആൾക്കാർ വീട് വെച്ച് പോകണമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ 50ഓളം പേര് ഒരു കാരണവശാലും സ്ഥലം വാങ്ങിച്ചു പോകാൻ തയ്യാറായിരുന്നില്ല. അവർക്ക് ഈ കോമൺ പ്രോജക്റ്റിനകത്ത് തന്നെ വീട് വേണമെന്ന് വിചാരിച്ച ആൾക്കാരായിരുന്നു. എല്ലാം നല്ല റിപ്യൂട്ടഡ് ആയിട്ടുള്ള സ്പോൺസേഴ്സിനെയാണ് സ്പോൺസർഷിപ്പ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ മലബാറിൻ്റെയും മറ്റ് ആസ്റ്ററിൻ്റെയും നേതൃത്വത്തിൽ ഒരു പ്ലോട്ടും കൂടെ അപ്പുറത്ത് അറേഞ്ചായി വരുന്നുണ്ട്. അതോടുകൂടി മേപ്പാടിൽ കുറേ പേർക്കും കൂടെ വീട് കൊടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അന്നത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത്, നിറഞ്ഞ വെള്ളത്തിൽ നിന്ന് ബുള്ളറ്റ് മേലോട്ട് കയറുന്ന സമയത്ത് ഫസ്റ്റ് പൊട്ട് ഞാൻ വീഡിയോ എടുക്കുകയാണ്. ബാക്കി എല്ലാവരും 4 പേരും ബുള്ളറ്റ് പൊക്കുകയാണ്. അത് ബുള്ളറ്റ് കുറച്ചിങ്ങനെ കയറിയപ്പോത്തിന് മല ഇങ്ങോട്ട് പൊട്ടി വന്നു. അതിന് സാക്ഷിയാണ് ഞാൻ. വന്നു നേരെ ആ 4 പേരിൽ ഒരാൾ ജാസിഫ് അതിൽ കുടുങ്ങി. അവനെ രക്ഷപ്പെടുത്തിയപ്പോൾ പുറത്ത് മുറിയായി. ആ മുറിയായത് ഞങ്ങൾ അവനായിട്ട് നേരെ താഴോട്ടേക്ക് പോകുമ്പോൾ എനിക്ക് അവസാനമായിട്ട് തോന്നി എൻ്റെ വീട്ടിലേക്കൊന്ന് കയറാം. എൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ പ്രിയ പിതാവ് നമസ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞു, നിസ്കാരം കഴിഞ്ഞാൽ പറഞ്ഞു, ഞാൻ പറഞ്ഞു നമുക്ക് പോവാം, ഇവിടെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് വിഷയമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞുകൂടാ, എനിക്ക് വിശന്നിട്ട് വയ്യ, ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് പോവാമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എന്നാൽ നീ പോവല്ലേ, നീ ഒന്ന് രാവിലെ കഴിച്ചിട്ടില്ലല്ലോ പറഞ്ഞിട്ട് എനിക്ക് അവസാനം എനിക്ക് പിതാവ് തന്നത് ചപ്പാത്തിയായിരുന്നു. ആ ചപ്പാത്തിയാണ് ഞാൻ അവസാനമായിട്ട് കഴിക്കുന്നത് പിതാവിൻ്റെ കയ്യിൽ നിന്ന്. പിന്നെ ഞാൻ ഒരു ഒച്ചയാണ് കേൾക്കുന്നത്. ഏകദേശം ഒരു ഇലക്ട്രിക് കമ്പിൻ്റെ അടുത്തേക്ക് കൂടെ ഇങ്ങനെ മല ഇങ്ങനെ പൊന്നുന്നു, കൂടെ കാറും പൊന്നുന്നു. ശരേഷിനൊക്കെ ശരിക്കും വെള്ളത്തിലേക്ക് വലിച്ചിട്ടതുപോലെയായിരുന്നു. അബൂബക്കർക്ക പോണത് കാണുക ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു ആ സമയം. പിടിക്കണം. ഇത് കാണുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ലൈഫിൽ നമുക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും. ഞാൻ പറയുന്നു, എൻ്റെ കുടുംബത്തിലാണ് 7 പേര് പോയത്, പിതാവടക്കം, ഉമ്മയും പോയി, അങ്ങനെ 8 പേര്. തൊട്ട് മുമ്പ് ജ്യേഷ്ഠനും പോയിരുന്നു. പക്ഷെ നമ്മൾ ലൈഫിനെ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് നമുക്ക് പറ്റും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യുക എന്നുള്ളൊരു മനോഗതിയെ നമ്മൾ എത്തണം. ആ ഒരു പ്രളയത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, ലൈഫിൽ നമുക്ക് എത്ര പ്രയാസം ഉണ്ടെങ്കിലും മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണമെന്നായിരുന്നു. പതിറ്റാണ്ടുകൾക്ക് മുൻപ് കുടിയേറിയതിൻ്റെയും കാട് തെളിച്ച് തോട്ടം പിടിപ്പിച്ചതിൻ്റെയും എല്ലാം ചരിത്രം ഇതോടെ അവസാനിക്കുന്നു. കേരളത്തിന് വലിയ ഒരു ഓർമ്മപ്പെടുത്തൽ. പുത്തുമല വെറുമൊരു ഓർമ്മ മാത്രമാണിന്ന്.